ഫൗണ്ടേഴ്സിന് വലിയൊരു ഉപദേശമായിട്ട് എടുത്താൽ കൊള്ളാം. നിങ്ങളുടെ സമയം നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ പറ്റി പഠിച്ച് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കണ്ട. കോമ്പറ്റേറ്ററെ പറ്റി പഠിക്കാൻ പോയിക്കഴിഞ്ഞാൽ നമ്മളെ പണി മെനക്കേടിലാവും. അതുകൊണ്ട് നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങളുടെ സാധനം വിൽപ്പനയ്ക്ക് കൊണ്ടുവരണം, അതിൻ്റെ സ്ട്രാറ്റജി നിങ്ങളുടെ ചിന്തയിലൂടെ വരുത്തണം. അല്ലാതെ മറ്റുള്ളവരെ നോക്കി നിങ്ങൾ കോപ്പി അടിക്കുന്നതുകൊണ്ട് നടപ്പാകില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ സമയം അനാവശ്യമായി കോമ്പറ്റേറ്ററുടെ അടുത്ത് ചിലവഴിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനങ്ങൾ നേടാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ് നിശ്ചയിക്കുന്നത് ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റാണ്. മേ ബി അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത് ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൈസ് കമ്പാരിസന് പൊക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടിലാകും. ഒരു ലോസ് പ്രൈസ് ഫിക്സേഷൻ ആണ് അവർ വെച്ച് കഴിഞ്ഞാൽ അവരെക്കാട്ടിലും വില കുറച്ച് നിങ്ങൾ വിൽപ്പന നടത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത് കമ്പനി ലോസിലാകും. മേ ബി അവരിപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, പക്ഷേ ഫ്യൂച്ചറിൽ അവർ ശ്രദ്ധിക്കുമ്പോൾ കഥ കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉയർച്ചയിൽ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ അടുത്തവരെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ വളർച്ച മാത്രമാണ് നമ്മൾക്ക് സാധാരണ ഒരു കാര്യമാണത്. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം അറിയുന്ന കാര്യത്തിൽ നമുക്ക് ആകാംക്ഷയുണ്ടാവും. അതുകൊണ്ടാണ് പത്രങ്ങളിൽ വായിക്കുമ്പോൾ നമ്മൾ കൂടുതലും ചിന്തിക്കുന്ന മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. എന്നാൽ ബിസിനസ്സിൽ അക്കാര്യം ശരിയല്ല. ബിസിനസ്സിൽ നമ്മളുടെ ഇൻഡസ്ട്രി, നമ്മുടെ പരിതസ്ഥിതിയും നമ്മൾ വാങ്ങുന്ന സ്ഥലവും നമ്മുടേതായ സ്ട്രാറ്റജിയും വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഞാൻ തന്ന ചില ഉപദേശങ്ങൾ ഈ പ്രൈസിങ്ങിൽ കോസ്റ്റ് അക്കൗണ്ടൻ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് പ്ലാൻ ഉണ്ടാക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ GSTക്ക് ഒരു GST കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രൊഫഷണലിസം ആളുകളുമായി ബന്ധപ്പെടുക, ഔട്ട്സോഴ്സ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുക എക്സ്പേർട്സിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വിജയം സാധ്യത ഉറപ്പായിരിക്കുകയാണ്. സോ നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചാൽ മതി. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കേണ്ട ഒരാവശ്യവുമില്ല. ഒരു വിജയ സാധ്യതയ്ക്കും ഇന്ന് വളർന്നിരിക്കുന്ന ഒരു ഹിന്ദുസ്ഥാൻ ലിവറോ ഗോദ്റേജോ ആരും തന്നെ ഒരു കോമ്പറ്റേറ്ററിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചല്ല വർക്ക് ചെയ്തിരിക്കുന്നത്. അവരുടേതായ പ്രോഡക്റ്റ്, അവരുടേതായ സ്ട്രാറ്റജി രൂപപ്പെടുത്തിയിട്ടിട്ടുണ്ട്. പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ കമ്പനിയുടെയും കാര്യങ്ങൾ അറിഞ്ഞ് അതിലെ നല്ല വശങ്ങൾ, അത് നിങ്ങളുടെ കോമ്പറ്റേറ്റർ ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് വേറെ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ശരി, നല്ല വശങ്ങൾ, ഒരു ടാറ്റ കമ്പനിയുടെ വളർച്ച എങ്ങനെയുണ്ടായി, അംബാനി സാറുടെ വളർച്ച എങ്ങനെയുണ്ടായി, അതിലെ നല്ല വശങ്ങളെല്ലാം നമുക്ക് പകർത്താൻ പറ്റും. നമ്മുടെ ബിസിനസ്സിലേക്ക് അത് മാറ്റിയെടുക്കാനും പറ്റും. ആ രീതിയിലുള്ള ചിന്ത മാത്രം മതി. മറ്റുള്ളവർ പിന്നാലെ പോയി സമയം കളയല്ലേ.